ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വാസ്കോഡഗാമ കേരളത്തിലെത്തിയ വർഷം എന്നാണെന്ന് അറിയുമോ? വാസ്കോഡഗാമ കേരളത്തിലെത്തിയ വർഷം 1498 ആണ്. 1498. അതുപോലെ തന്നെ അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. 1697 ആണ് കേട്ടോ. ആറ്റിങ്ങൽ കലാപം 1721. ആറ്റിങ്ങൽ കലാപം 1721 ആണ്. അതുപോലെ തന്നെ കുളച്ചൽ യുദ്ധം 1741. 1741 ആണ്. മാവേലിക്കര ഉടമ്പടി 1753. മാവേലിക്കര ഉടമ്പടി 1753 ആണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കുറിച്യർ ലഹള 1812. കുളച്ചൽ ലഹള 1812. അതുപോലെ തന്നെ കുണ്ടറ വിളംബരം 1809. കുണ്ടറ വിളംബരം 1809 ആണ്. അതുപോലെ തന്നെ ചാന്നാർ ലഹള 1859. 1859 ചാന്നാർ ലഹള നടന്നത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ വില്ലുവണ്ടി സമരം 1893. വില്ലുവണ്ടി സമരം 1893 കേട്ടോ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അതുപോലെ മലയാളി മെമ്മോറിയൽ 1891. മലയാളി മെമ്മോറിയൽ 1891 ആണ്. ഈഴവ മെമ്മോറിയൽ 1896. ഈഴവ മെമ്മോറിയൽ എന്നാണ് 1896 ആണ്. അതുപോലെ കല്ലുമാല സമരം 1915 കല്ലുമാല സമരം നടന്നത്. മലബാർ കലാപം 1921. 1921 മലബാർ കലാപം. വാഗൺ ദുരന്തം 1921. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം 1924-25 കാലഘട്ടം. ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഉപ്പ് സത്യാഗ്രഹം 1930. അതുപോലെ തന്നെ നിവർത്തന പ്രക്ഷോഭം 1932. നിവർത്തന പ്രക്ഷോഭം 1932 ക്ഷേത്രപ്രവേശന വിളംബരം 1936. ക്ഷേത്രപ്രവേശന വിളംബരം വർഷം 1936. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കയ്യൂർ സമരം 1941. കയ്യൂർ സമരം 1941. അതുപോലെ തന്നെ പറയുന്നത് കീഴരിയൂർ ബോംബ് കേസ് 1942. കീഴരിയൂർ ബോംബ് കേസ് എന്നാണ് 1942. പുന്നപ്ര വയലാർ സമരം 1946. പുന്നപ്ര വയലാർ സമരം 1946. അതുപോലെ തന്നെ 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായി. അതുപോലെ 1947 പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം വർഷം എന്നാണ് 1947. അതുപോലെ തന്നെ 1959 വിമോചന സമരം. 1959 എന്താണ് വിമോചന സമരം. 1865 എന്ത് നടന്നത്? പണ്ടാരപ്പാട്ട വിളംബരം കേട്ടോ. 1865 പണ്ടാരപ്പാട്ട വിളംബരം നടന്നത്. അപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? വളരെ യൂസ്ഫുള്ളായ ക്വസ്റ്റ്യൻസ് ആണ്. മത്സര പരീക്ഷകളൊക്കെ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉപകാരപ്രദമാണ് കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റൊരാൾക്ക് എന്തായി മാറണമെന്നാണ്? നന്മകളായി മാറണമെന്നാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? നിങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടുന്ന ക്വസ്റ്റ്യൻസാണ്. പഠിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷകൾക്ക് ഉപകാരപ്പെടുന്നതാണ്. അല്ലെങ്കിൽ തന്നെ നമുക്കിതൊക്കെ ജീവിതത്തിൽ നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻസാണ് കേട്ടോ. അപ്പം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എന്തെങ്കിലും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എന്താണ് ഷെയർ ചെയ്യാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മളുടെ അറിവുകൾ കേട്ടോ
ഓരോ അറിവും എന്താണ് വിലമതിക്കാനാവാത്ത നമ്മളുടെ അറിവുകൾ ആ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പോകുന്നത് എന്താണ് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറയുന്നത് കേട്ടോ.